ഞാൻ അയാളെ അമ്മ മരിച്ചു, ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എന്റെ കണ്ണിൽ തന്നെ വെള്ളം വന്നു. അമ്മ മരിച്ചിട്ട് പോയില്ല. പാവം ഈ ഒരു മനുഷ്യന്റെ അമ്മ മരിച്ചിട്ട് പോകാതിരുന്നത് തെറ്റല്ലേ, പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ സരിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന്റെ അകത്താണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു. വേറൊരു വാചകം ഞാൻ പറഞ്ഞു, സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച്, ശ്രദ്ധിച്ചോളൂ, RSS നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വാചകം. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അപ്പോഴും എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുരളി ഇപ്പൊ എന്താ പറഞ്ഞത്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം, ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹം വാതിൽ മുട്ടാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ? സന്ദീപ് വാര്യർ എന്താണ് ആര് ചോദിച്ചത്? മുരളി. ഞാനല്ല, AK ബാലനല്ല. AK ബാലന്റെ ചോദ്യം ഇനി വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അല്ല, അതല്ല, ഇപ്പൊ മുരളി പറഞ്ഞത് ചോദിച്ചാ മതി. ഇപ്പൊ മുരളി പറഞ്ഞത് ഇങ്ങോട്ട് ചോദിച്ചാ മതി. ഏതൊക്കെ വാതിലാണ് മുട്ടിയത് എന്ന് ആരും സ്വീകരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞ. അതാണല്ലോ ഞാൻ പറഞ്ഞു. ഇപ്പൊ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് മുരളിയോട് ചോദിക്കുക ഏതൊക്കെ വാതിലാണ് മുട്ടിയത്. അയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ശരി. കാരണം ഇന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, പഴയ ഒരാളുടെ ബാങ്ക് ഹിസ്റ്ററി തപ്പിപ്പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആശയം. അതെ, ബാബരി മസ്ജിദ് പൊളിച്ചത് ജാംബവാന്റെ കാലത്താന്ന് പറഞ്ഞ ആളാണല്ലോ ആര്, KPCC പ്രസിഡന്റ്. അത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞല്ലോ, ജാംബവാന്റെ കാലത്തല്ല, ഇപ്പം നടന്ന സംഭവമാണ്. അതാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണാടിയിൽ വെച്ച് പറഞ്ഞു. 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് തകർത്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒറ്റപ്പാലം ബൈ ഇലക്ഷൻ നടന്നതും 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശിവരാമൻ ജയിച്ചതും. ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി തങ്ങൾ വന്ന സമയത്ത് ആളില്ല. അപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങളെ, ഈ ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത രൂപത്തിലുള്ള വികാരമാണുള്ളത്. പ്രത്യേകിച്ച് ഭരണത്തിലാണ് ഇപ്പോൾ ലീഗ് ഉള്ളത്. ഇത് ശരിയായ ഒരു നിലപാടല്ല എന്നാണ് ലീഗ് അണികൾ ചിന്തിക്കുന്നത്. അപ്പൊ തങ്ങൾ പറഞ്ഞ കാര്യം, അവരങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് അവരുടെ ഒരു വികാരമല്ലേ. ഇതാണ് മതനിരപേക്ഷതയുടെ കാവൽ വടൻ എന്ന് നമ്മളെല്ലാം പറയുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വായിൽ നിന്ന് വന്നത്. അതിൽ നിന്ന് എത്ര അകലെയാണ് ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അത് സത്യവുമാണ്.